ഹായ് ആമീസ്, കഴിഞ്ഞ ദിവസം ലൈവ് വന്നപ്പോൾ മാരേജിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ പേടിയാണെന്നും താൻ സമയമാകുമ്പോൾ വിവാഹം കഴിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ താൻ തിരഞ്ഞെടുത്തത് ഒരു സാധാരണ ലൈഫ് അല്ലാത്തതുകൊണ്ട് ഒരു പക്ഷെ ഒരിക്കലും വിവാഹം കഴിക്കില്ലായിരിക്കും എന്ന ചിന്ത കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വന്നു തുടങ്ങിയെന്നും മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആറമിന്റെ കല്യാണത്തിനെ കുറിച്ച് പലതും പറഞ്ഞുകൊണ്ട് നടക്കണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ ഇന്റർവ്യൂ വലിയൊരു തിരിച്ചടിയായിരുന്നു. 32 33 ഒക്കെ ആകുമ്പോൾ കല്യാണം കഴിക്കും. എന്തിന്? കല്യാണം കഴിഞ്ഞ ഒരു കുട്ടീനെ വരെ ഉണ്ടാക്കി കൊടുത്തു ചില ചാനലുകൾ. ഒരു ഷോയിൽ വന്നപ്പോൾ തന്റെ റിംഗ് ഫിംഗറിൽ കിടന്ന ഒരു റിംഗ് എടുത്ത് വേറെ വിരലിലോട്ട് മാറ്റിയിട്ടു. ഇത് കല്യാണം കഴിഞ്ഞു എന്ന റൂമറിനെ ഒന്നും കൂടി സ്ട്രോങ് ആക്കി. പക്ഷെ ഇതൊക്കെ പച്ചക്കള്ളാണെന്ന് അന്ന് ബിഗ് ഹിറ്റ് ഒഫീഷ്യൽ പ്രസ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. അതുകൊണ്ടാവും ആറമിന്റെ ബർത്ത്ഡേക്ക് ചിന്നേട്ടൻ കൊടുത്ത റിങ് വേറൊരു വിരലിലും കൊള്ളാത്തോണ്ടാണ് റിംഗ് ഫിംഗറിൽ ഇട്ടതെന്നും അല്ലാണ്ട് കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലെന്നും പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. ഒരു ദിവസം വിവാഹം കഴിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് ഇപ്പൊ തന്നെ 32 വയസ്സായി. ഞാൻ വളരെ പെട്ടെന്ന് വിവാഹം കഴിച്ചാൽ ആർമിക്ക് അത് സങ്കടാവൂലേ? ഇങ്ങനെ പോയൊരു പക്ഷെ എനിക്ക് കല്യാണം കഴിക്കാൻ സാധിക്കില്ലായിരിക്കും. ആരം ഇന്നലെ വന്ന ലൈവില് മാരേജിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് സങ്കടം വരുമോ? അവർ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാനല്ലേ നമുക്കിഷ്ടം. ഞാനതല്ല ആലോചിക്കണേ. ഈ വെറുക്കുന്ന ആർമീസിന്റെ ഒക്കെ വിചാരം എന്താ? ഇവരൊക്കെ ജൂണേട്ട വന്ന് കെട്ടുന്നോ? അല്ലെങ്കിൽ മെമ്പേഴ്സ് ആരെങ്കിലും വന്ന് കെട്ടുന്നോ? ഇവളുമാരുടെ ഒക്കെ തലേ കൂടി എന്ത് പുണ്ണാക്കായി ഓടുന്നത്? ചെക്കനെ കല്യാണം കഴിക്കാനും സമ്മതിക്കില്ല. ഇവിടെ ഓരോരുത്തരും അവരുടെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായി നൂലുകെട്ടും കാണാൻ കാത്തിരിക്കുന്നവർ വരെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും നമ്മളെപ്പോലെ ബുദ്ധിയൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നാലും ജൂണേട്ട അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായത്.